ഹലോ, അപ്പം ഇനി വീട്ടിൽ ചപ്പാത്തി ബാക്കി വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ അതിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതുപോലെ തക്കാളി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ചിക്കൻ മസാല, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളകും പൊടി എരിവിന് ഇട്ടാൽ അതും ചേർത്ത് കൊടുത്ത് 3 കോഴിമുട്ടയും പൊടിച്ചെടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ അത് ഇളക്കി മിക്സ് ചെയ്താൽ കോഴിമുട്ട നല്ലപോലെ മിക്സ് ആകുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ഇല്ലേ അതും അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് സോസ് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുത്തിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും അതിൻ്റെ മുകളിൽ വിതറി കൊടുത്ത് അതും ഒന്ന് ഇളക്കിയെടുത്തത് നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കഴിക്കാൻ കാണുമ്പോൾ സിമ്പിളാണെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പം ടാറ്റാ.